നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗോവിന്ദ മാസ് സെത്തു, നമ്മുടെ ഇക്ക അങ്ങ് കൊന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരം ബാലുശ്ശേരിയിലെ മൊയ്തീൻ കാക്കയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജാഥയിൽ പങ്കെടുത്ത പെൻഷൻ പണം കൈമാറിയത് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇടതു സഖാക്കളാണ് പ്രചരിപ്പിച്ചത്. പിന്നാലെ യഥാർത്ഥ വസ്തുതകൾ വെളിപ്പെടുത്തി UDFകാരും രംഗത്തു വന്നു. അവിടെയും വൈറലായത് മൊയ്തീൻ കാക്ക തന്നെയായിരുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായി മാറിയ ബാലുശ്ശേരി സ്വദേശി വയോധികൻ പെൻഷൻ കൈമാറൽ വിഷയത്തിൽ വീണ്ടും വിശദീകരണവുമായി രംഗത്തു വരികയാണ്. LDF ജാഥയിൽ പെൻഷൻ പണം നൽകിയത് പാർട്ടി പറഞ്ഞിട്ടെന്ന വിശദീകരണം തിരുത്തിക്കൊണ്ടാണ് മൊയ്തീൻ ക രംഗത്തു വരുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് പെൻഷൻ പണം നൽകിയത് എന്ന മൊയ്തീൻ പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നത്. പാർട്ടിയോടുള്ള കൂറുകൊണ്ടാണ് വേദിയിൽ വെച്ച് പണം കൈമാറിയതെന്നും മനസ്സറിഞ്ഞ് നൽകിയ പണമാണെന്നും മൊയ്തീൻ പറയുന്നു. പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് LDF മേഖലാ ജാഥയുടെ വേദിയിൽ വെച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് സ്റ്റേജിൽ വെച്ച് പണം കൈമാറിയത് എന്നായിരുന്നു മൊയ്തീൻ ആദ്യം പുറത്തുവന്ന വീഡിയോയിൽ പറഞ്ഞത്. സ്റ്റേജിൽ വെച്ച് MV ഗോവിന്ദന് പണം നൽകാൻ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. പണം പിന്നീട് തിരിച്ചു നൽകുമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ പണം തിരിച്ചു നൽകുകയും ചെയ്തു എന്ന് മൊയ്തീൻ പറയുന്നു. താൻ മനസ്സറിഞ്ഞ് നൽകിയതല്ല പണമെന്നും സ്റ്റേജിൽ കയറാനായി ചെയ്തതാണ് എന്നും മൊയ്തീൻ പറയുന്നു. മൊയ്തീൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയം പ്രദേശവാസിയായ ഒരാളായിരുന്നു ആ വീഡിയോ പകർത്തിയത്. MV ഗോവിന്ദന്റെ LDF മേഖലാ ജാഥ ബാലുശ്ശേരിയിൽ എത്തിയപ്പോഴുണ്ടായ സംഭവത്തിന്റെ വീഡിയോ വൈറലായിരുന്നു. MV ഗോവിന്ദന് പെൻഷൻ പണം നൽകുന്ന മൊയ്തീന്റെ വീഡിയോ ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വ്യാപകമായി തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. പെൻഷൻ കിട്ടിയ പണമാണ്, അടുത്ത തവണ UDF വന്നാൽ ഇത് കിട്ടില്ല, LDF തന്നെ വീണ്ടും വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പെൻഷൻ പണം മൊയ്തീൻ MV ഗോവിന്ദന് നൽകുന്നത്. എന്നാൽ പണം വാങ്ങിയതായി കൂട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ നൽകിയ പണം തിരികെ മൊയ്തീന്റെ പോക്കറ്റിൽ തന്നെ ഇടുന്നതും വീഡിയോയിൽ കാണാം. ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി MV ഗോവിന്ദന്റെ ജാഥയെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരുന്നു. ഇതെന്താ ഈ ട്രോൾ ജാഥയോ എന്ന വിധത്തിലാണ് ട്രോളുകൾ വരുന്നത്. പണം കൊടുക്കാൻ ഏർപ്പെടുത്തിയത് നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ആയതുകൊണ്ട് സംഗതി നാടറിഞ്ഞ് എന്നാണ് ട്രോളുകൾ. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷമുള്ള മൊയ്തീൻ കയുടെ നിഷ്കളങ്കമായ പ്രതികരണമായിരുന്നു, ഞാൻ സ്റ്റേജിന്മേൽ കയറിയിട്ട് കളിച്ചതാ. നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞു, നിങ്ങൾ ഈ പൈസ അയാൾക്ക് എൻ്റെ കൊടുക്ക്, അയാൾ പൈസ തിരിച്ചു തരുമെന്ന്. അതുപോലെ കൊടുത്തു, അയാൾ തിരിച്ചു തന്നു. സ്റ്റേജിൽ നടന്നതെല്ലാം നേതാക്കൾ പറഞ്ഞിട്ടെന്ന് മൊയ്തീൻ ക അന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം കേട്ടു നിൽക്കുന്നവർ അടുത്ത പണിക്കുള്ള വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നുവെന്ന് പാവം അറിഞ്ഞതുമില്ല. പാർട്ടിയുടെ PR ഇത്രയും ഗതിക്കാരനായ മനുഷ്യനെ ഏൽപ്പിക്കണമായിരുന്നോ എന്നാണ് ഇപ്പോൾ പാർട്ടി അനുഭാവികൾ അടക്കം ചോദിക്കുന്നത്. മൊയ്തീൻ കാടെ ശുദ്ധ മനസ്സങ്ങ് കോൺഗ്രസ് സൈബർ ആർമി ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയ നിറയെ മൊയ്തീൻ കായുടെ സത്യസന്ധതയും CPMന്റെ പാളിയ PR വർക്കും മാത്രം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്കിടെ ബാലുശ്ശേരിയിലെ വയോധികനെ ഇറക്കി പെൻഷൻ കൈമാറൽ നാടകം നടത്തിയതിൽ പരിഹാസവുമായി നടനും സംവിധായകനുമായ ജോയ് മാത്യു രംഗത്ത്. സംഗതി നാടക അക്കാദമിയും സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും ഉള്ളപ്പോൾ അതിൽ നിന്നും പഠിച്ചിറങ്ങിയ ഏതെങ്കിലും പാർട്ടി അടിമകളായ നാടകക്കാരെ വെച്ച് സംവിധാനം ചെയ്യിച്ചിരുന്നു എങ്കിൽ ബാലുശ്ശേരിയിലെ പെൻഷൻ നാടകം കുറച്ചുകൂടി നന്നായേനെ എന്ന് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു. ആ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ വൈറലാണ്. ഗോവിന്ദ മാഷ ഒഴിച്ച സഹനടന്മാർ ആരും നന്നായില്ല. വയസ്സൻ കഥാപാത്രമാകട്ടെ പഴിച്ച ഡയലോഗ് മറന്നു. പ്രോംപ്റ്റർ ഉള്ളതുകൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടു. നാടകത്തിന്റെ അന്ത്യരംഗം കുറച്ചുകൂടി ഉജ്ജ്വലമാക്കാമായിരുന്നെന്നും ജോയ് മാത്യു പറയുന്നു. നിസാരമായ പിഴവുകൾ ഉണ്ടെങ്കിലും സ്വാഭാവിക അഭിനയത്തിനുള്ള ഒരു സ്പെഷ്യൽ അവാർഡിന് ശുദ്ധഹൃദയനായ ഗോവിന്ദൻ മാഷ അർഹനാണ്. നാടകങ്ങൾ ഇനിയും വേണം. നാടകമാണല്ലോ നാടിന്റെ അംഗം. നാടകങ്ങളിലൂടെ വളർന്ന പാർട്ടിയാണല്ലോ നമ്മുടെ പാർട്ടി എന്ന ബോധം പാർട്ടി നാടകക്കാർക്ക് മിനിമം ഉണ്ടായിരിക്കുകയും വേണം എന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്. ജോയ് മാത്യു പറഞ്ഞത് ഒന്നുകൂടി നമുക്ക് നോക്കാം. സംഗതി നാടക അക്കാദമിയും സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും ഉള്ളപ്പോൾ അതിൽ നിന്നും പഠിച്ചിറങ്ങിയ ഏതെങ്കിലും പാർട്ടി അടിമകളായ നാടകക്കാരെ വെച്ച് സംവിധാനം ചെയ്തിരുന്നത് എങ്കിൽ ബാലുശ്ശേരിയിലെ പെൻഷൻ നാടകം കുറച്ചുകൂടി നന്നായേനെ. ചിലപ്പോൾ അന്തർദേശീയ നാടകോത്സവങ്ങളിൽ ബഹുമതിക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. നാടകം അറിയാത്ത ഏതോ PR അടിമ സംവിധാനിച്ചതാണ് ഇതാണ് വഴി. ഒന്നാമത് സ്ക്രിപ്റ്റ് ഒട്ടും നാടകീയത ഇല്ലാത്തതായിപ്പോയി. പെൻഷൻ കിട്ടിയ വയസ്സൻ കഥാപാത്രം പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും അരങ്ങിലേക്ക് വേച്ച് വരണമായിരുന്നു. കൈ പിടിച്ചു നടത്താൻ കൊച്ചുമക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ പുതുതലമുറയുടെ ഒരു സിംബോളിക് എഫക്റ്റ് കൂടി കിട്ടുമായിരുന്നു.
വയസ്സൻ കഥാപാത്രത്തിന്റെ ആഹാര്യം, അതായത് വേഷവിധാനം ശരിയായതേയില്ല. ഷർട്ടിടാതെ തലയിൽ ഒരു പാളത്തൊപ്പി ഘടിപ്പിക്കേണ്ടിയിരുന്നു. കയ്യിൽ വാച്ച് പാടില്ലായിരുന്നു. ഡബിൾ മുണ്ടിന് പകരം മുഷിഞ്ഞ തോർത്തുമുണ്ടായിരുന്നുണ്ടെങ്കിൽ കൂടുതൽ കസറിയനെ. അഭിനയം ഗോവിന്ദ മാഷ് ഒഴിച്ച് സഹനടന്മാർ ആരും തന്നെ നന്നായില്ല. പഠിച്ച ഡയലോഗ് മറന്നു. പ്രോംപ്റ്റർ ഉള്ളതുകൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടു. നാടകത്തിന്റെ അന്ത്യരംഗം കുറച്ചുകൂടി ഉജ്ജ്വലമാക്കാമായിരുന്നു. വയസ്സൻ കഥാപാത്രത്തിന് സൈഡ് കർട്ടന്റെ മറവിൽ കൂടി ഒരു ചുവന്ന കൊടി കൊടുക്കുകയും അയാൾ പാടുപെട്ട് അത് പൊക്കി പിടിക്കുകയും ഇനി ഞാനും നിങ്ങളെ പാർട്ടിയില എന്ന് പറയാമൊക്കെ ആയിരുന്നു. കൂടെയുള്ള കൊച്ചുകുട്ടി ഞാനുമുണ്ട് അപ്പൂപ്പ എന്നു പറഞ്ഞ് കൊടിയുടെ വടി തൊടുമ്പോൾ ഉണരുവിൻ സഖാക്കളെ എന്നോ മറ്റോ ഉള്ള ഒരു അടിപൊളി BGM കൂടെ വേണമായിരുന്നു. കർട്ടൻ വീഴുന്നതിന് മുൻപ് രംഗത്തുള്ള എല്ലാവരും വയസ്സിനെ പിടിച്ചു പൊക്കി കൊടിയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന പോസിൽ ഫ്രീസ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, താൻ കൊടുത്ത കാശ് ഗോവിന്ദൻ മാഷ് തിരിച്ചു തന്നത് എണ്ണി നോക്കിയില്ലല്ലോ എന്ന ആകുല ഭാവം പ്രധാന കഥാപാത്രത്തിന്റെ മുഖത്തേക്ക് വരാനേ പാടില്ല. നിസ്സാരമായ ഈ പിഴവുകൾ ഉണ്ടെങ്കിലും സ്വാഭാവിക അഭിനയത്തിനുള്ള ഒരു സ്പെഷ്യൽ ജൂറി അവാർഡിന് ശുദ്ധഹൃദയനായ ഗോവിന്ദൻ മാഷ് അർഹനാണ്. നാടകങ്ങൾ ഇനിയും വേണം. നാടകമാണല്ലോ നാടിന്റെ അംഗം. നാടകങ്ങളിലൂടെ വളർന്ന പാർട്ടിയാണല്ലോ നമ്മുടെ പാർട്ടി എന്ന ബോധം പാർട്ടി നാടകക്കാർക്ക് മിനിമം ഉണ്ടായിരിക്കുകയും വേണം. എന്തായാലും ഈ നാടകം, ഈ പരിപാടിയും ഇവിടെ കുളമായിരിക്കുകയാണ്.